السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الحمد لله. നമ്മുടെ പഠന മന്ദിരത്തിലൂടെ ഒരുപാട് പേർക്ക് അക്ഷരലോകത്തേക്ക് എത്താൻ കഴിയുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാനുള്ള ഒരുപാട് വഴികളാണ്, എളുപ്പമുള്ള വഴികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള അക്ഷരങ്ങൾ തന്നെയും കൂട്ടി വായിച്ചുകൊണ്ട് ഈ അറബി പഠനം ഒരു ഭാരമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മൾ പഠിച്ച അക്ഷരങ്ങളിൽ 15 അക്ഷരങ്ങളാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ അക്ഷരങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ഒന്നുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബ പറഞ്ഞോ. ത. പിന്നെ നമ്മൾ എളുപ്പമുള്ള അക്ഷരം ഏതാ പറഞ്ഞേ? ആ ബ ത. പിന്നെ ആ ജ. മാഷാ അല്ലാഹ്. ജ. ജ അല്ല ദ. ദ. റ. സ. ഷ. ക. ല. മ. ന. വ. ഹ. യ. അല്ലേ? ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ എളുപ്പത്തിൽ പഠിച്ചത്. അപ്പൊ ഈ അക്ഷരങ്ങളിൽ തന്നെയും ഇനി നമ്മൾ നോക്കുന്നത് ഫതഹിനെ നീട്ടാൻ. ഈ അക്ഷരങ്ങൾക്കെല്ലാം ഫതഹ് അല്ലേ? ഫതഹ്, കസ്ർ, ലം. ഈ അക്ഷരങ്ങളെ നമ്മൾ ഫതഹിനെ ഒന്ന് നീട്ടാൻ പഠിക്കാൻ. ആദ്യത്തെ അക്ഷരം എന്താ? ആ. ആ നീട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി ഫതഹിനെ നീട്ടാൻ എന്താണ് വേണ്ടത്? നമ്മൾ പഠിക്കേണ്ടത് അലിഫാണ് വേണ്ടത് അല്ലെ? നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാ? നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാണ് അലിഫ്, യാ, വാവ്. ഈ 3 അക്ഷരങ്ങളാണ് നീട്ടാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഫതഹിനെ നീട്ടാൻ, അലിഫിന് ഫതഹില്ലേ? ഫതഹിനെ നീട്ടാൻ വീണ്ടും ഒരു അലിഫും കൂടി ഇടത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ഒരു ചെറിയ അലിഫ് ഇടും നമ്മളിവിടെ. ഒരു ചെറിയ അലിഫ്. ആ. ബാ. അടുത്ത ബാ അല്ലയോ? ബാഇന് നീട്ടാൻ എന്ത് ചെയ്യും? അലിഫ് ഇടും. അലിഫ് ഇങ്ങനെ ചേർത്താൻ കഴിയുന്നുണ്ട. ബാ. അപ്പൊ എന്തായി? ബാന്നായി. അടുത്ത അക്ഷരം ഏതാണ്? ത. തായിന് എത്ര പുള്ളിയുണ്ട്? 2 പുള്ളി. ഫതഹിന് തായിന് ഫതഹിട്ട ത. ഫതഹിന് നീട്ടാൻ എന്ത് വേണം? അലിഫ്. അപ്പൊ എന്തായി? താ നീട്ടി. അടുത്ത അക്ഷരം ഏതാണ്? ജീബ് അല്ലെ? ജീമിന് ഫതഹിട്ടപ്പോ ജായ്. അപ്പൊ ഇവിടെ എന്തായി? ജാ ഇങ്ങനെ എഴുതുന്നു. ഇതുകൊണ്ട് മനസ്സിലാക്കണം ജാ ആണെന്ന്. പക്ഷെ ഇത് എന്ത് കൊടുക്കും? ഒരു അലിഫ് കൂടെ കൊടുക്കും. അപ്പൊ എന്തായി? ജാ. അടുത്ത അക്ഷരം ഏതാണ്? ദാല് അല്ലെ? ദാലിന് ഫതഹിട്ട ദ. ഇവിടെ നോക്കിക്കോ, ഈ ദാലിൽ ഫതഹിട്ടിട്ട് ഇതിനോട് ചേർത്ത് എന്ത് ചെയ്തിട്ടില്ല? അലിഫ് എഴുത്തില്ല, ഇങ്ങോട്ട് മാറ്റിയിടത്തുള്ളൂ. ദാ. ഏതുപോലെ? അലിഫിനോട് ചേർത്ത് അലിഫ് ഇടുവോ? ഇല്ല. അപ്പൊ ചേർത്ത് അലിഫ് അക്ഷരങ്ങൾ വരാത്ത 2 അക്ഷരം നമ്മൾ പഠിച്ചു. 3 അക്ഷരങ്ങളോട് ചേർത്ത് എന്ത് വരും? അലിഫ് വരും. ഇത് പഠിച്ചിരിക്കണം. അടുത്ത അക്ഷരം ഏതാ? റായിന് ഫതഹിട്ട്. അതിന്റെ കൂടെ അലിഫ് എഴുതുവോ? ഇല്ല. അപ്പൊ റാ. അപ്പൊ ഇതൊന്ന് വായിച്ചേ. ആ ആ ബ ബ ത ത ജ ജ ദ ദ റ റാ. മനസ്സിലായില്ലേ? ഇനി അടുത്തത് സീനാണ്. സീന് ഫതഹിട്ടപ്പോ എന്തായി? സ. സ. ഈ സായുടെ കൂടെ എന്ത് എഴുതും? അതാ ഇങ്ങനെ എഴുതും. സാ. കണ്ടാ? മുറിച്ചിട്ടപ്പോ എന്തായി? സാന്നായി. അടുത്ത അക്ഷരം എന്താണ്? ഷീനാണ്. അപ്പൊ ഷീനും എന്ത് ചെയ്ത്? ഷീന് നമുക്കറിയാം എത്ര പുള്ളിയുണ്ട്? 3 സീനിന് പുള്ളി ഇടുമ്പോ ഷായ് അല്ലേ? ഷാ. അപ്പൊ ഷായുടെ കൂടെ എന്ത് ചെയ്യും? അലിഫ് ഇടും. അപ്പൊ എന്തായി? ഷാ. മനസ്സിലായില്ലേ? അടുത്ത അക്ഷരം ഏതാണ്? ക അല്ലേ? ഇനി ക എന്ന് നീട്ടാൻ എന്ത് വേണം? ഫതഹ് നീട്ടാൻ എന്ത് വേണം? അലിഫ്. അപ്പൊ എന്തായി? ക. അടുത്ത അക്ഷരമാണ് എന്ത്? ലാം. ലാമിന് ഫതഹിട്ട ല. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെ ഇടാം അല്ലേ? അല്ലെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് വേറെണ്ണം എഴുതാം. ഇങ്ങനെ ലാം അലിഫ് ഇടും.
ഉണ്ടോ? രണ്ട് രൂപത്തിൽ വരും. ലാമു അലിഫും ആണ്, ലാമലിഫാണ്. അത് ബ്രാക്കറ്റ് കൊടുത്തു. അത് ബ്രാക്കറ്റിൽ കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ബ്രാക്കറ്റിൽ കൊടുത്തു അല്ലേ? കണ്ടോ? ലാമു അലിഫും കൂടെ ചേർത്ത് എഴുതിയാണ് ലാമലിഫ്. മനസ്സിലാവുന്നില്ല? അടുത്തത് എന്താണ്? മീമാണ്. മീമ് അല്ലേ? മീമിന് പത്തയിട്ട മാ. മീമിനോട് ചേർന്ന് എന്ത് എഴുതും? അലിഫ് എഴുതും. അപ്പൊ എന്തായി? മാ. അടുത്ത അക്ഷരം ഏതാണ്? നൂനാണ്. നൂന് ഫത്തഹിട്ട നാ. ഫത്തഹിന്റെ കൂടെ അലിഫ് കൂടെ ചേർക്കുമ്പോ എന്താവും? നാ. അടുത്ത അക്ഷരം ഏതാണ്? വാവ്. വാവിന് ഫത്തഹിട്ട വാ. ഈ ഫത്തഹിനെ ഇട്ടാണ് അലിഫിനോട് ചേർത്ത് എഴുതുവോ? ഇല്ല. അപ്പൊ എന്ത് വരും? ഇങ്ങനെ വാ. അടുത്ത അക്ഷരം ഏതാണ്? ഹാ. ഹാന് ഫത്തഹിട്ട ഹാ. ഫത്തഹിനെ നീട്ടാൻ ചേർത്ത് എഴുതുവോ? ചേർത്ത് എഴുതും. അടുത്ത അക്ഷരം എന്താണ്? യാന് എന്ത് ചെയ്യുന്ന അറിയാം? നോക്കണേ. യാന്റെ തലയും വാലും കാണത്തില്ല. രണ്ട് പുള്ളി മാത്രമേ കാണത്തുള്ളൂ. രണ്ട് പുള്ളി കണ്ടോ? രണ്ട് പുള്ളി കട്ടിയായിട്ട് രണ്ട് പുള്ളി ഒരുമിച്ചാവും. കണ്ടാ? എന്നിട്ട് എന്ത് ചെയ്യും? ഫത്ത ഇട്ടു. അപ്പൊ എന്തായി? യാ. ഈ യാന്ന് നീട്ടാൻ എന്ത് വേണം? അലിഫ്. അതിനോട് ചേർത്ത് എഴുതുവോ? എഴുതും. യാ. അപ്പൊ നമ്മൾ 15 അക്ഷരം പഠിച്ചു. ഈ 15 അക്ഷരത്തിൽ ചേർത്ത് എഴുതും. യാനോട് ചേർത്ത്. അപ്പൊ യാ അള്ളാ എന്നൊക്കെ എഴുതുമ്പോ എന്ത് ചെയ്യും? യാ വരും. അല്ല, അലിഫിന് ചേർത്ത് എഴുതത്തില്ല, ദാലിന് എഴുതത്തില്ല, റാഇന് എഴുതത്തില്ല, വാവിന് എഴുതത്തില്ല. നമ്മൾ പഠിച്ച അക്ഷരങ്ങളിൽ ഇത്രയും അക്ഷരങ്ങളുടെ കൂടെ എന്ത് ചെയ്യത്തില്ല? ചേർത്ത്. അത് ലാമിന്റെ കൂടെ ചേർത്ത് എഴുതുമെന്നാണ് ലാം അലിഫ് കൊണ്ട് നമ്മൾ ബോധ്യപ്പെട്ടത്. ലാമു അലിഫ് കൊണ്ട്. അതുകൊണ്ടാണ് 29ാമത്തെ അക്ഷരം വരുന്നത്. അറബി അക്ഷരം എത്ര ഉണ്ട്? 28. ലാം അലിഫ് കൂടെ കൂട്ടുമ്പോ കാരണം എന്താ? ലാമിനെയും അലിഫിനെയും കൂടെ ചേർത്തൊരു അക്ഷരം ആയപ്പോഴാണ് ഇങ്ങനെ വന്നത് ലാം അലിഫ്. അപ്പൊ മനസ്സിലായില്ലേ? നമുക്ക് ഇത്രയും അക്ഷരങ്ങൾ. ഇതിനകത്ത് വല്ല സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിന്റെ കുറെ പദങ്ങൾ പഠിക്കാം. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. അടുത്തത് ആ. നീട്ടിക്കുക. അല്ലെ? ഇത്ര അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിതിന്റെ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പദങ്ങൾ പഠിക്കാം. വാചകങ്ങൾ കൂടെ പഠിക്കുമ്പോൾ, വാക്കുകൾ പഠിക്കുമ്പോൾ എന്തായി? നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും.